ഇന്ന് ട്രംപിന്റെ പ്രസ്താവനയാണ് ലോഡിംഗ് ഇസ്രയേലി ഹെൽപ്പ്. ഇസ്രയേലിന്റെ സഹായത്തെ അഭിനന്ദിക്കുന്നു. ട്രംപ് ഇന്റൻസിഫൈ പ്രഷർ ഓൺ ചൈന ആൻഡ് അതേഴ്സ് ടു ഹെൽപ്പ് സെക്യൂർ ഹോർമൂസ് സ്ട്രെയിറ്റ്. ഹോർമൂസ് സ്ട്രെയിറ്റ് നിങ്ങൾ ശരിയാക്കുള്ളൂ, ഞങ്ങളാണ് ശരിയാക്കണം, ഞങ്ങളും സഹായിക്കാം, അല്ലാതെ ഞങ്ങൾ ശരിയാക്കണം അല്ലെ എണ്ണ വില കുറയ്ക്കേണ്ട ചുമതല ഞങ്ങൾക്കാണ്. ട്രംപ് പലതവണ പറഞ്ഞു, തമാശയായിട്ടും പറഞ്ഞു, കാര്യമായിട്ടും പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. എണ്ണ വില കൂടി കഴിഞ്ഞാൽ അതിന്റെ നേട്ടം ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് യുദ്ധം നടത്താനുള്ള പൈസ എണ്ണ വിലയിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടല്ല, എണ്ണ വില കുറയ്ക്കണം, പിടിച്ചു നിർത്തണം. ഇപ്പോൾ അമേരിക്കൻ എക്കോണമിയിലായാലും ഇൻഫ്ലേഷണറി പ്രഷറൊക്കെ വരും. അപ്പം ഞങ്ങളുടെ വരുമാനമല്ല പ്രശ്നം, ഞങ്ങൾ അതിലൂടെ കച്ചവടം നടത്തുന്നില്ല, ഞങ്ങളുടെ കപ്പലുകൾ അവിടെ നിന്നല്ല എണ്ണ എടുക്കുന്നത്, 1% മാക്സിമം, അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ. അത് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ചൈനയാണ്, ജപ്പാനാണ്, കൊറിയയാണ്, ഇന്ത്യയാണ്. ചൈന, ഇന്ത്യ, അതാണ്. അപ്പം അവർ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു കപ്പലുകൾ കൂടെ വിടുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കൂ. ഞങ്ങൾ എന്തായാലും ഇറാനെയും ശല്യപ്പെടുത്താൻ പോകുന്നില്ല, ആരെയും ശല്യപ്പെടുത്താൻ പോകില്ല. ഇത് വളരെ നല്ലൊരു സ്റ്റാൻഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് പണ്ടേ എടുക്കേണ്ട ഒരു സ്റ്റാൻഡാണ്. എണ്ണ വില പിടിച്ചു നിർത്തേണ്ട ബാധ്യത അമേരിക്കയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ നമ്പർ 1 പ്രതി ഇറാനാണ്. ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ല പണ്ട് ഹമാസ് ബന്ദികളെ പിടിച്ചു വെക്കുമ്പോൾ യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടും, എന്നാൽ ബന്ദികളെ വിടാനായിട്ട് ഹമാസിനോട് ആവശ്യപ്പെടുന്നില്ല. അമ്മാതിരി മൊറാലിറ്റിയൊക്കെ ഒരുപാട് എന്താ പറയാ, ഇതാണ് അത് കുറയ്ക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. ട്രംപിന്റെ പ്രസ്താവന, ഐ ആം ഡിമാൻഡിങ് ദാറ്റ് ദീസ് കൺട്രീസ് കം ഇൻ ആൻഡ് പ്രൊട്ടക്ട് ദെയർ ഓൺ ടെറിട്ടറി ബിക്കോസ് ഇറ്റ്സ് ദെയർ ഓൺ ടെറിട്ടറി. ട്രംപ് സെറ്റ് അബൌട്ട് ദ സ്ട്രേറ്റ് ആൻഡ് ക്ലെയിമിംഗ് ദാറ്റ് ദ ഷിപ്പിംഗ് ചാനൽ ഈസ് നോട്ട് സംതിങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നീഡ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ ആക്സസ് ടു ഓയിൽ. ഞങ്ങൾക്ക് എണ്ണയുണ്ട്, ഇത് അവിടുത്തെ ആ സ്ട്രേറ്റ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് ഞങ്ങളുടെ ഒരു തലവേദനയല്ല. പിന്നെ ഞങ്ങൾ സഹായിക്കാം. പിന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയാണ് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അത് റെഡിയാക്കാമെന്ന് ഇപ്പൊ പറഞ്ഞു, റെഡിയാക്കിയില്ല. എന്തിന് അമേരിക്ക എന്തിനാണ് റെഡിയാക്കുക? അമേരിക്കയുടെ മേൽ എന്താണ് സീരിയസ് ജിയോ പൊളിറ്റിക് പ്രഷർ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ യുദ്ധം മുന്നോട്ട് പോകുന്നത്, അത് അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പം അമേരിക്കയ്ക്ക് അറിയില്ല ഇത്ര ദിവസം യുദ്ധം വരും, ഇത്ര ഇത് വരും, അവരുടെ കയ്യിൽ ഇന്നതുണ്ട്, അവർ ഇന്നതിനൊക്കെ ചെയ്യും എന്നറിയാതെ അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഈ essay എഴുതുന്നവരും പോസ്റ്റ് എഴുതുന്നവരും വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാവുന്ന, അങ്ങനെ നമ്മൾ അവരെ യുദ്ധം ചെയ്യുന്നവർക്കില്ലാത്ത ഭയങ്കര വിസ്ഡമാണ് നമുക്കുള്ളത് എന്നുള്ള ഇത് അത്ര ശരിയായ ഒരു കാര്യമല്ല. അത് പോട്ടെ, അവർക്ക് ഒരു ധാരണയില്ലാതെ ചെന്ന് കയറി കൊടുത്തു 2 ദിവസം കൊണ്ട് തീർക്കാമെന്നാണ് കരുതിയത്. ഓരോരുത്തർ പറയുന്നത് 2 ദിവസം കൊണ്ട് തീർക്കാമെന്നാണ് കരുതിയത്. ആര് കരുതി? അല്ല ഞാൻ കരുതി എന്നല്ലേ പറയാൻ പറ്റൂ. അവര് കരുതിയില്ലെന്ന് എങ്ങനെ നിനക്കറിയാൻ പറ്റുക? ഇന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് മിനിമം 3 ആഴ്ച. പിന്നെ അപ്പോ ഇറാന്റെ പ്രൊപ്പഗാൻഡ മെഷീൻ നല്ല രീതിയിൽ പറയുന്നത് ഇസ്രായേലില് എന്താ പറയുന്നത്, ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മിസൈലുകളുടെ ഷോർട്ടേജ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസം യുദ്ധമായപ്പോൾ തന്നെ വന്നിരുന്നു, ഇപ്പൊ 17 ദിവസമായില്ലേ ഇപ്പം വന്നേക്കും. കഴിഞ്ഞ പ്രാവശ്യം അവസ്ഥയല്ല ഇപ്പം. കഴിഞ്ഞ ദിവസം ഒന്നാമത് ഇസ്രായേലുമായിട്ട് മാത്രമാണ് നേരിട്ട് യുദ്ധം. ഇസ്രായേലിലെ നമ്പർ ഓഫ് മിസൈൽസ് വരുന്നതിന്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു, ഇപ്പൊ എണ്ണം കുറവാണ്. പിന്നെ ഈ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള മിസൈലിന്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടും അമേരിക്ക കൂടെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. അവസാനം ആ ഫോഡോയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക വന്നത്. ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെയാണ് യുദ്ധം ചെയ്തത്. അപ്പം അവിടുന്ന് സാധനങ്ങൾ ഇത് ചെയ്യാൻ, റീപ്ലെനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ടാണെന്ന ഷോർട്ടേജ് എന്നുള്ള ഒരു ഭീഷണി ഉയർന്നത്. അപ്പൊ സ്റ്റിൽ അവസാനം നോക്കൂ, ഇസ്രായേലിനെ പിടിച്ചു മാറ്റിയായിരുന്നു യുദ്ധത്തിൽ. അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോയ ഇസ്രായേലിന്റെ 35 പോർ വിമാനങ്ങൾ യു ടേൺ എടുത്ത് തിരിച്ചു പാടാന്ന് ട്രംപ് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇപ്പോ ഇസ്രായേലിന്റെ എനിക്കൊന്ന് ഡിഫൻസ് മിനിസ്റ്റർ, വിദേശകാര്യമന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ അല്ല വിദേശകാര്യമന്ത്രി സാർ പുള്ളി പാർലമെന്റിൽ പറഞ്ഞു ഒരു ഷോർട്ടേജ് ഇല്ല ഇന്റർസെപ്ഷനിൽ, മിനിമം ഒരു 3 ആഴ്ചക്കുള്ള തുടർച്ചയായിട്ട് ഇസ്രായേൽ ഇത് നിർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഒരു 3 ആഴ്ച രണ്ടായാലും അത് ഓരോ ദിവസവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്ത് അവരുടെ ബഹിരാകാശ, സൈനിക, മിസൈൽ, റഡാറുകൾ, എയർബേസുകൾ, ഇത് മൊത്തം ഓരോന്നായിട്ട് വളരെ ക്ലിനിക്കലായിട്ട് കിട്ടിയ അവസരം ഇസ്രായേൽ വെറുതെ വിടും എന്ന് കരുതണം. ഇസ്രായേൽ വെറുതെ ഈ ക്ലസ്റ്റർ ബോംബുകൾ കൊണ്ടിട്ട് മനുഷ്യരെ കൊല്ലുകയല്ല. ഇസ്രായേൽ ഒരു സിവിലിയൻ സെന്റേഴ്സിലും അറ്റാക്ക് ചെയ്തിട്ടില്ല. എല്ലാം ഈ ഡീഫാങ് ചെയ്യുക, പല്ല് പറിക്കുക, വിഷപ്പല്ല് പറിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ചെയ്തത്. പണ്ട്
ഈ ഹൂത്തികൾ ഈ അടുത്ത സമയത്ത് ഈ റെഡ് സീലായിട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അന്ന് അമേരിക്ക നടത്തിയ ഒരു സംഘടന ഓപ്പറേഷൻ പ്രോസ്പെറിറ്റി ഗാർഡിയൻ എന്നായിരുന്നു എൻ്റെ പേര്. അമേരിക്ക അവിടെ വന്ന് അമേരിക്കയുടെ അന്ന് JD വാൻസ് ചോദിച്ചു, നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത്? അല്ല, അതിലൂടെ ഒരു ഇസ്രയേല് ഗാസയിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് തടയുമെന്നാണ് പറഞ്ഞത്. അതായത് ഈ പാലസ്തീനികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത എവിടെയോ കിടക്കുന്ന ഹൂത്തികൾ, കടലിനപ്പുറം കിടക്കുന്ന ഹൂത്തികൾ പറയാണ് ഇസ്രയേല് പാലസ്തീനിലുള്ള അല്ലെങ്കിൽ ഗാസയിലുള്ള അവരുടെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിലേ പോകുന്ന കപ്പലുകളെ മുഴുവൻ തടയുന്നു. അങ്ങനെ അവർ കപ്പലുകളെ തടഞ്ഞു, മുക്കി, പ്രശ്നമായി, ആകെ ഇതായി. അങ്ങനെ വന്നപ്പോൾ അവസാനം അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വന്നു. ബ്രിട്ടൻ, അതുപോലെ തന്നെ ഫ്രാൻസ്, നേറ്റോ ഇവരെല്ലാം തന്നെ ബോംബ് ചെയ്യേണ്ടി വന്നു. അവസാനം എന്ത് ചെയ്തു? ഇസ്രയേലിലേക്ക് ഇവർ ചെറപറ ഓരോരോ സാധനങ്ങൾ അയക്കാൻ തുടങ്ങി. ഇറാൻ കൊടുത്ത സാധനങ്ങൾ അയക്കാൻ തുടങ്ങി. ഇസ്രയേല് ഓരോരോ ഘട്ടങ്ങളായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി. എൻ്റെ ക്യാബിനറ്റിനെ ഇതേപോലെയാണ്. എൻ്റെ ക്യാബിനറ്റ് 20 പേരിരുന്നുള്ള ക്യാബിനറ്റിനെ തന്നെ പുകച്ചു കളഞ്ഞു. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഇവരെല്ലാവർക്കും കത്തയച്ചു. ഇല്ല, കല്യാണം വരുമ്പോൾ എല്ലാവരും വരണേ എന്നൊക്കെ പറയുന്നോണം. ഹിസ്ബുള്ളെ, മോനെ ഹിസ്ബുള്ളെ, നീയാണ് മൂത്ത മകൻ, നീ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഹൂത്തീസ്, ഞങ്ങളുമായിട്ട് എത്ര നല്ല ബന്ധമാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഹമാസ് അവനാകെ എഴുന്നേറ്റ് അടക്കം ചെയ്തതാണ്. പിന്നെ ഇറാഖിലെ ഷിയ മിലിഷ്യ, എല്ലാ മിലിറ്റൻസിനോടും ഗ്രൂപ്പുകളോടും ഇറാൻ പറഞ്ഞു നോക്കി. പക്ഷെ ഈ മിനിറ്റ്, ഈ സെക്കൻഡ് ഞാൻ സംസാരിക്കുന്നവരെ ഹൂത്തികൾ അനങ്ങിയിട്ടില്ല. ഹൂത്തികൾ ചുമ്മാതെ അങ്ങോട്ട് പോയി, ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് പോയി ഇസ്രയേലിനെ അടിച്ചുകൊണ്ടിരുന്ന ഹൂത്തികൾ ഇപ്പൊ ഇന്ന് ഇതേവരെയായിട്ട് പറഞ്ഞിട്ടില്ല, അനങ്ങിയിട്ടില്ല. റെഡ് സീയിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അവിടെയുള്ള ഗതാഗതം തടയുമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടി. ആ അടി അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഹൂത്തികളുടെ ഈ ഇല വെച്ചവയ്ക്കുന്ന ഹൂത്തികൾക്ക് വരെ മനസ്സിലായി ഇത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. അന്ന് അമേരിക്കക്ക് 5 ഡിസ്ട്രോയർ കപ്പലാണ് അയച്ചത്. F-18s, റീപ്പർ ഡ്രോൺസ്, 400 ഇന്റർസെപ്റ്റേഴ്സ് വേണ്ടി വന്നു എമാരുടെ ഡ്രോൺ അടിച്ചിടാനായിട്ട്. ആലോചിച്ച് നോക്കി, വളരെ ചെറിയ കാശിന് ഹൂത്തികൾ വിട്ട ഡ്രോണ്, ഇന്റർസെപ്റ്റേഴ്സ്, മില്യൺസ് വിലയുള്ള ഇന്റർസെപ്റ്റേഴ്സ് വെച്ചാണ് അടിച്ചിട്ടുകൊണ്ടിരുന്നത്. 10 ഹൂത്തി ബോട്ട് സങ്ക്. അന്ന് ഇന്റർസെപ്റ്റർ മിസൈൽസ് 2 to 4 million ഈച്ച് വിലയുണ്ടായിരുന്നതാണ്. പിന്നെ ഹൂത്തി ഡ്രോൺസ് മിസൈൽസ് ഏതാണ്ട് സസ്റ്റൈൻഡ് ബീറ്റിംഗ് ഫോർ 12 മാസത്തെ അടി. ഒരു ഒറ്റ അടിയിലൊന്നും ഹൂത്തികൾ മാറിയില്ല, ഇങ്ങനെ നിരന്തരമായ അടിയിലൂടെയാണ്. മെർസിലസ് അറ്റാക്ക് ബൈ ഇസ്രായേൽ. ഇപ്പൊ എന്തായാലും 2026 ആയപ്പോൾ ഒരു ഉറക്കത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ഇത്രയും പൈസ, $2 മുതൽ $4 ബില്യൺ വരെ ചെലവഴിച്ചാണ് അമേരിക്ക അറ്റാക്ക് ചെയ്തത് ഹൂത്തികളെ. ഇത് ആര് കൊടുക്കും? റെഡ് സീയിലൂടെയുള്ള കപ്പൽ ഗതാഗതം നേരെയാക്കാനായിട്ട് റെഡ് സീയിലൂടെ 1% അല്ലെ 2% മാക്സിമം അത്രേ ഉള്ളൂ അമേരിക്കക്ക് കപ്പൽ ഗതാഗതം. അതുകൊണ്ടാണ് JD വാൻസ് പറഞ്ഞത് എന്തിനാണ് നമ്മൾ അവിടെ പോയി ആക്രമിക്കുന്നത്. അത് അന്ന് സിഗ്നൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നിരുന്നു. JD വാൻസിന്റെ സംസാരം പുറത്തു വന്നതിനകത്ത് കൂടുതൽ JD വാൻസ് പറഞ്ഞാണ് നമ്മൾ ഈ ഹൂത്തികളെയോ റെഡ് സീ ഒന്നും നമ്മളുടെ ഇതല്ല, നമ്മൾ അവിടെ പോയി അടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ പൈസ പോകും. അതൊക്കെ അവിടെ കൺസേൺ, അതിലേക്കൂടെ കപ്പൽ കൊണ്ടുപോകുന്ന ആളുകൾ, എണ്ണ കൊണ്ടുപോകുന്ന ആളുകൾ കൊടുക്കട്ടെ, അല്ലെ അവരൊരുമിച്ച് ചേർന്ന് അത് ക്ലിയർ ചെയ്യട്ടെ. നമ്മളെന്തിനാ പോകുന്നതെന്നാണ് വാൻസ് ചോദിച്ചത്. അന്ന് വാൻസ് ചോദിച്ചാണ് ഇന്ന് ട്രംപ് ചോദിക്കുന്നത്. ഇത്രേ ഉള്ളൂ.